ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ്, അതായത് ഒരു സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1.5 മീറ്റർ തുണിയുള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ അത് മുന്നേ തന്നെ പറയാം. അപ്പോൾ എൻ്റെ മോൾക്ക് തടി കുറവുള്ളത് കൊണ്ടാണ് അത്ര തുണി മതിയായി വന്നത് കേട്ടോ. അപ്പോൾ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് 42 ഇഞ്ച് മതി. പിന്നെ യോക്ക് 14 ഇഞ്ചാണ്, അപ്പോൾ 13 ഇഞ്ച് കിട്ടും കേട്ടോ. സ്കേർട്ടിന് 28 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ അടിഭാഗത്തിന് യോക്ക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, ഒരു എയർലൈൻ പോലെ. അപ്പോൾ അത് നമുക്ക് തുണി കുറവുള്ളൂ, അപ്പോൾ മോൾക്ക് തടി കുറവുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. ഷോൾഡർ 6.5, ആം ഹോൾ 6.5, നെക്ക് വൈഡ് 3.75, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 7.5, ബാക്ക് നെക്ക് ലെങ്ത്ത് 5 ചെസ്റ്റ് 32 ആണ്, വേസ്റ്റ് 28. ഈ ഒരു അളവുകളാണ് നമ്മുടെ ഈ ഇതിന് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ തുണി ഞാൻ ഇതുപോലെ വീതി കുറഞ്ഞ തുണിയാണ്, ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കി വയ്ക്കുകയാണ് കേട്ടോ, നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അപ്പോൾ എൻ്റെ മോൾക്ക് ചെസ്റ്റിന് 32 ഇഞ്ചുള്ളൂ, അപ്പോൾ 8 ഇഞ്ചാണ് അതിൻ്റെ 4 ഭാഗം വരിക. അപ്പോൾ കണ്ട 8 ഇഞ്ചും 2 ഇഞ്ച് നമുക്ക് സീം അലവൻസും കിട്ടുന്നത് കൊണ്ട് എനിക്ക് ഈ തുണി ഇങ്ങനെ മടക്കാം. പക്ഷേ ഒരു തടി കൂടുതലുള്ള ഒരാളാണെങ്കിൽ 40 സൈസ്, ഇപ്പം എന്നെ പോലെ 40 സൈസിലുള്ള ഒരാളാണെങ്കിൽ തുണി വേറെ തരത്തിലാണ് മടക്കിയെടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ തുണീനെ വെച്ചിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. അറിയാത്തവർ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 10 ഇഞ്ച് വീതി ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ 4 ഭാഗം ചെസ്റ്റിൻ്റെ, അപ്പോൾ 10 ഇഞ്ചും പിന്നെ അതുപോലെ 2 ഇഞ്ചും 12 ഇഞ്ചും ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. യോക്ക് ഭാഗം മുറിച്ചെടുക്കുക. എൻ്റെ മോൾക്ക് അത് വേണ്ടി വന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് തുണി കൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ പറ്റിയത്. അപ്പോൾ ആ യോക്കിൻ്റെ ഭാഗം 14 ഇഞ്ച് നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. അപ്പോൾ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിലേക്കുള്ള യോക്കിൻ്റെ പീസ് നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് 14 ഇഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. 1 ഇഞ്ച് കുറയും തയ്ച്ച് വരുമ്പോൾ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ എടുക്കാം. അപ്പോൾ അവളുടെ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6.5 നമ്മൾ അതിൻ്റെ ഷോൾഡർ വരിക കേട്ടോ. അപ്പോൾ 6.5 തന്നെ നമ്മൾ ആം ഹോൾ എടുത്തു. എന്നിട്ട് നമുക്ക് സർക്കംഫറൻസ് നോക്കാം. അപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് നമ്മൾ 6.5 എടുത്തത്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8 ഇഞ്ച്. ഇനി എല്ലാ പോയിൻറ്റ്സും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചെസ്റ്റ് എടുത്തു, അപ്പോൾ അതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തു കേട്ടോ. കണ്ടോ, ഇത്രയും മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ പകുതി എടുക്കുകയാണ്. ആം ഹോളിൻ്റെ പകുതി എടുത്തു. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വൈഡ് ഒന്ന് പറയാം കേട്ടോ. നെക്കിൻ്റെ വൈഡ് ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കണത്. ക്യാൻവാസിലാണ് ചെയ്യുന്നത് കേട്ടോ. 3.5 ഇഞ്ചാണ് കൊടുക്കണത്. ആ 3.5 ഇഞ്ചിൽ നമ്മൾ നെക്ക് വൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് ബാക്കി നമ്മളൊരു അര ഇഞ്ച് നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ 1 ഇഞ്ചിൽ നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ സൈസിന് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ആം ഹോൾ സർക്കംഫറൻസ് നമ്മൾ അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് കിട്ടണം. അപ്പോൾ ഇതുപോലെ 7 ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 28ആണ്. അതിൻ്റെ 4 ഭാഗം 7 ഇഞ്ച്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഇനി എക്സ്ട്രാ 1 ഇഞ്ച് നമ്മളൊരു ഡാർട്ട് കൊടുക്കുക തയ്ക്കാനായിട്ട് കേട്ടോ. നമ്മൾ ബാക്കിലൊരു ഫ്രണ്ടിലൊക്കെ ഒരു ചെറിയ ഡാർട്ട് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഇഞ്ചിൻ്റെ ഒരു ഡാർട്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ നെക്കൊക്കെ ചെയ്യണത് ഞാൻ ബാക്ക് പീസ് വേറൊരു പീസിലും ഫ്രണ്ട് ക്യാൻവാസാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഡാർട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത് വേസ്റ്റിൻ്റെ 4 ഭാഗത്തിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ നമുക്കൊരു 3.5 ഇഞ്ച് കിട്ടും കേട്ടോ. ആ 3.5 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു 5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ 5 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഒരു ഹൈറ്റിൽ കൊടുത്തിട്ട് നമ്മൾ അര ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരച്ചിട്ട് നമ്മളിത് ഇതുപോലെ എന്താ പറയുക ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും വേണം, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഫ്രണ്ട് പാർട്ടിൽ മാത്രമല്ല ബാക്കിലും. അപ്പോൾ എല്ലായിടത്തും അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡാർട്ട് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഡാർട്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ഇനി ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരച്ചെടുത്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട് ആം ഹോൾ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗമില്ല ഒന്ന് കട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗം 28 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 29 ഇഞ്ച് എടുത്തു, 1 ഇഞ്ച് കൂടുതലെടുത്തിട്ട് തയ്യൽ തുമ്പിനൊക്കെ ആയിട്ട്. അതുപോലെ ഒരു പീസ് മുറിച്ചെടുത്ത് ബാക്കിലോട്ട് വെച്ചു, ഒരു പീസ് മുറിച്ചെടുത്ത് ഫ്രണ്ടിലോട്ടും വെച്ചു. അപ്പോൾ ഇത് വീതി കുറഞ്ഞ തുണിയാണ്. ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ കിട്ടുള്ളൂ അങ്ങനെ മടക്കി വരുമ്പോൾ. അപ്പോൾ സ്ലീവിന് ഞാനിതുപോലെ പ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് ഞാൻ കൊടുക്കണത് കേട്ടോ. പ്ലീറ്റ്സ് മാത്രം വെച്ച് കൊടുക്കുന്നത്, തുണി കുറവല്ലേ.
അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ബാക്കിൽ രണ്ടായിട്ട് മടക്കി വെച്ചു. ആ തുണി നമ്മൾ 28 ഇഞ്ചിൻ്റെ 29 ഇഞ്ചിൻ്റെ തുണി മടക്കിയത് അതുപോലെ ബാക്കിൽ ഫ്രണ്ടിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഡാർട്ട് ഇട്ടിട്ട് വേണം ദേ നമ്മൾ ഈ ഒരു ഡാർട്ട് ഇട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഡാർട്ടുകൾ ഇട്ട് കൊണ്ടുവന്നു. കണ്ടോ, നമ്മൾ ഡാർട്ടിന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഡാർട്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ദേ ഇതുപോലെ തയ്ച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ എ ലൈൻ ഒന്ന് തയ്ച്ച് കൊടുക്കേണ്ടത്. എ ലൈൻ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സ്ട്രെയിറ്റ് പോലെയാണ്, കാരണം തുണിക്ക് വീതി ഇല്ലാത്തത് കൊണ്ട്. നിങ്ങൾ എ ലൈൻ വേണമെങ്കിൽ കുറച്ചൊരു എ ലൈനാക്കി നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതുപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഈ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അവിടെ ഒരു ചെരിവ് ഉണ്ടായാൽ നല്ലതാണ് കേട്ടോ, തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്, ഫ്രണ്ടും ബാക്കൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഇനി അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാം കൃത്യമായിട്ട് വെക്കുക. അത് ഡാർട്ട് ഇട്ട് കൊണ്ടുവന്നു ഈ ഒരു ഭാഗം ഇതുപോലെ വെച്ച് ഒപ്പം വെക്കുക കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒപ്പമായിട്ട് വെച്ചെടുക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമ്മൾ കണ്ട ദേ നമ്മളിവിടെ സീം അലവൻസ് മുകളിൽ 2 ഇഞ്ച് കൊടുത്തില്ലേ, എന്നിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം കേട്ടോ. ഒരു എ ലൈൻ ഷേപ്പിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഷേപ്പിൽ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇഷ്ടം തുണിക്കുള്ള പോലെ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ദേ കണ്ടില്ലേ, ദേ ഒരേപോലെ വെച്ചു കൊടുത്തു. ഞാൻ കൃത്യമായിട്ട് വെച്ചു, നേരത്തെ ശരിയായിട്ട് കിടക്കണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും വെച്ച് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം എന്താ ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ അതായത് യോക്കിന് 2 ഇഞ്ച് സീം അലവൻസ്, താഴെ 2 ഇഞ്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 2 ഇഞ്ചിൽ തുടങ്ങി നമ്മൾ താഴോട്ട് പോകുന്തോറും 1 ഇഞ്ചിലേക്ക് നമ്മൾ തയ്ച്ച് വരണം. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് ചെരിച്ച് ദേ ഈ ഒരു ഭാഗത്തോടെ ഞാൻ ഈ ചെയ്യുന്ന പോലെ അറ്റം വരന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. ദേ ഇതുപോലെ കറക്റ്റ് ഷേപ്പിന് താഴേക്ക് നമ്മൾ വരച്ച് കൊടുക്കില്ലേ. നമ്മുടെ ആ തുണി ഇപ്പോൾ ഇതിൽ മാക്സിമം വീതി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ നിങ്ങളുടെ ഇതുപോലെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഉള്ള തുണിക്കനുസരിച്ചിട്ട് നിങ്ങളിതുപോലെ ചെയ്തെടുക്കുക. അറ്റം വരെ നമ്മളൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 42 ഇഞ്ച് വീതിയുള്ളൂ കേട്ടോ ഈ ഒരു തുണിക്ക്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഇതിനുണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു സിമ്പിൾ ഡ്രസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇതിങ്ങനത്തെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തയ്ച്ച് നോക്കുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്നോട് ഇതുപോലെ തയ്ക്കുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, വീഡിയോ ഇട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത് ഒരു ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം. നമുക്ക് ബാക്കിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രണ്ടിൽ സൈഡിൽ ഒരു സ്ലിറ്റ് മാത്രമല്ല എടുത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബാക്കിൽ ഫ്രണ്ടിലും തുണികൾ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബാക്കിലെടുത്ത് മാറ്റുക, ഫ്രണ്ടിൽ മാത്രം അവിടെ ഇടാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആ സ്ലിറ്റ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നീർത്തി കൊടുത്തിട്ട് അതിലൊരു സ്ലിറ്റിൻ്റെ അളവ് നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല കേട്ടോ അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തുണിയൊന്ന് ഒന്ന് നിർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എടുത്തിട്ട് നമുക്ക് ആ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു നടുവിലൊരു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കണു, അത്രയേ ഉള്ളൂ. ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് താഴേക്ക് വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ഇഷ്ടം എൻ്റെ മോൾക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ അറ്റത്തുനിന്ന് തൊട്ട് ഈ അറ്റം വരെ ഒരു 6 ഇഞ്ചിൻ്റെ അടുത്തിട്ട് ഏകദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ ഒരു 6 ഇഞ്ചിൻ്റെ അടുത്ത് 5.5 അത്ര തന്നെയുള്ളൂ താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിങ്ങനെയാണ് ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ വേറെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴോട്ട് നമ്മൾ വരച്ചു കൊടുക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ, ഒരു ചെരിവും വേണ്ട. അപ്പോൾ അതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്രയും വേണ്ടു. നമ്മൾ വേറെ എവിടെ സ്ലിറ്റൊന്നും ഇടില്ലല്ലോ, ഈ ഒരു ഭാഗമല്ല നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുക്കണത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ചിലവർ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യില്ല, അത്രയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊന്ന് കയറി നിൽക്കണ ഒരു ടൈപ്പാണ്, അങ്ങനത്തെ ഇഷ്ടമുള്ളത് കൊണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിത് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗം രണ്ടായിട്ട് മടക്കി കൊടുക്കണം, ഒന്നായിട്ടല്ല, രണ്ടായിട്ട് മടക്കി കൊടുക്കുമ്പോൾ അവിടെ ഫിനിഷിംഗ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതുപോലെ രണ്ടായിട്ട് ചെറിയൊരു ഇത് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മളത് ഒരുപോലെ വെച്ച് നമ്മൾ ആ യോക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ യോക്കിൽ കണ്ടില്ലേ, ഇനി നമുക്ക് ആ യോക്കിലേക്ക് എങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കാം. ഇനി ബാക്കിൽ ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ഈ സെൻറ്ററുകൾ തമ്മിൽ യോജിപ്പിച്ച് ബാക്കിലെ യോക്കും അതുപോലെ സ്കേർട്ടും യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ യോജിപ്പിച്ചെടുത്തു. ഇനി ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ വെക്കുക. നമ്മൾ എന്നിട്ട് യോക്ക് നമുക്കത് ഇതാക്കണ്ടേ, നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുക. നമ്മുടെ ഈ ഒരു സ്ലിറ്റ് കൊടുക്കുക. അപ്പോൾ സ്ലിറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മീതെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട്, ഞാൻ ഒന്നിൻ്റെ മീതെയാണ് ഒന്ന് വെച്ച് കൊടുക്കണത് കേട്ടോ. എന്നിട്ട് നമ്മളിത് അതിൻ്റെ സെൻറ്ററുകൾ ഒരുമിച്ച് വെച്ച് ബാക്കും അതുപോലെ സ്കേർട്ടും യോക്കും നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ഭാഗം ഫിനിഷായി കിട്ടുമല്ലോ, കണ്ടില്ലേ.
അപ്പോൾ ഒന്ന് അരയിഞ്ചിൽ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ആ ഭാഗം ഇതായല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടി. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ നെക്ക് 3.5 ഇഞ്ചാണ് നെക്ക് ആയിട്ട് എടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചിലാണ് കേട്ടോ. വി നെക്കാണ് കൊടുക്കണത്. 8 ഇഞ്ചിൽ കറക്റ്റ് വി കൊടുത്തിട്ട് നമ്മൾ 1 ഇഞ്ച് നമ്മളത് ഇതുപോലെ ഒന്ന് 1 ഇഞ്ചിൽ പുറത്തേക്ക് ക്യാൻവാസ് തള്ളി വരച്ച് ഇതുപോലെ 1/2 ഇഞ്ച് നമ്മളൊന്ന് കൊടുത്ത് ആ ഒരു നെക്കിൻ്റെ ഭാഗം അങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മുകളിൽ 1/2 ഇഞ്ച് അങ്ങനെ കൊടുക്കണത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് തുണിയിൽ ഒട്ടിച്ച് കൊണ്ടുവരാം കേട്ടോ. അത് ഞാനിതിൽ പറയുന്നില്ല. നമുക്ക് ബാക്കിൻ്റെ കാര്യം പറയാം. ബാക്കിൻ്റെ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാന്നുള്ളത്. ബാക്കിൻ്റെ യോക്ക് പാട്ടത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം വെച്ചു 3.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വൈഡ്. പക്ഷേ ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് എടുക്കരുത്. അതിനേക്കാൾ ഒരു 1/4 ഇഞ്ച് കുറച്ചെടുക്കണം. അപ്പം ഞാൻ 3.25 എടുത്തിരിക്കുന്നത്. 3.25 ഇഞ്ച് വൈഡും പിന്നെ അതുപോലെ തന്നെ 5 ഇഞ്ച് ലെങ്ത്തും കൊടുക്കണം കേട്ടോ. നമ്മൾ ക്യാൻവാസിൽ മാത്രമേ 3.5 എന്ന് പറയുമ്പോൾ 3.5 തന്നെ കൊടുക്കാൻ പാടുള്ളൂ. ഇതിലൊക്കെ 3.25 എടുക്കുക. അപ്പോൾ അത് 3.5 ആയിക്കോളും നമ്മൾ തയ്ച്ച് വരുമ്പോൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നിട്ട് നമ്മൾ ഒരു റൗണ്ട് നെക്ക് കൊടുത്തു. ഞാനിവിടെ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതേപോലൊരു പീസ്, ഇതേപോലെ ചെറിയൊരു പീസ് മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വെട്ടിയിരിക്കുന്ന ഭാഗം മൊത്തമായിട്ടാണ് വെട്ടി കൊടുക്കുക. അപ്പോൾ അടിയിലത്തെ തുണി അതേപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ വന്നോളൂ കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത് ഇതുപോലെ 2 ഇഞ്ച് നമ്മുടെ ആ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു എക്സ്ട്രാ 2 ഇഞ്ച് വീതം കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നെക്കിൽ വെക്കാൻ എളുപ്പമായല്ലോ. ഈ ഒരു പീസ് വെച്ചാൽ പോരെ. അല്ലെങ്കിൽ നമുക്ക് ക്രോസ് പീസ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നല്ല പുറത്താണ് നമ്മൾ ചെയ്യണത് കേട്ടോ. നല്ല പുറത്താണ് നമ്മളിതുപോലെ വെച്ചിട്ട് ചെയ്യണത്. അതിൻ്റെ നെക്കിനോട് ചേർത്ത് വെച്ച് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മറച്ച് എടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ഒരു 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ. അവിടെ ഒന്ന് ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബാക്ക് നെക്കിൻ്റെ ഭാഗം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു 5 ഇഞ്ചിൻ്റെ ഒരു പീസ് ഇതുപോലെ നീളൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ലീവിന് വെക്കാൻ. സ്ലീവിന് അധികം തുണിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലീറ്റ്സ് ഇടുന്ന ഒരു സ്ലീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി 5 ഇഞ്ചിൻ്റെ പീസ് രണ്ടായിട്ട് മടക്കിയപ്പോൾ ഇതുപോലെ ഓരോ ഇഞ്ച് വീതമുള്ളതുപോലത്തെ പ്ലീറ്റ്സിൽ ഇങ്ങനെ മടക്കി പ്ലീറ്റ്സ് ഇത് സ്ലീവിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്ലീവ്ലെസ് അല്ല എന്നാൽ അപ്പോൾ അതുപോലത്തെ ഒരു മോഡലായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിൻ്റെ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുകയാണ് വേണ്ടത്. പക്ഷെ മടക്കി വയ്ക്കാൻ വരട്ടെ, അതിന് മുമ്പായിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യണം, ഷോൾഡർ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ എല്ലാ പണിയും കഴിച്ച് ടോപ്പ് സ്റ്റിച്ചൊക്കെ കൊടുത്ത് നമ്മളെല്ലാം കഴിച്ചിട്ട് എടുക്കുക കേട്ടോ. ബാക്ക് നെക്ക് ഞാൻ കാണിച്ചു തന്നല്ലോ, അവിടെ വരെ വെച്ചിട്ട് നിർത്തുക. ഇത് വരെ വെച്ച് നിർത്തിയിട്ട് ഇനിയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മളെടുക്കുക. കണ്ടോ? ഈ ഒരു ഭാഗം 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡറുകൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സൊക്കെ തയ്ച്ചെടുത്ത് നമുക്ക് ആ ഒരു സ്ലീവിന് വെച്ച് കൊടുക്കാൻ സിമ്പിളായിട്ടുള്ളൊരു ഉടുപ്പ് അത്ര തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലധികം കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അതൊന്നുമില്ല. എല്ലാവർക്കും തയ്ക്കാൻ പറ്റും കേട്ടോ. ആ ഒരു തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അതിൻ്റെ സെൻറ്ററും അതുപോലെ ഇതിൻ്റെ യോക്കിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ സെൻറ്ററും ഇതുപോലെ വെച്ച് തയ്ച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് തയ്യൽ തുമ്പൊക്കെ കാണാണ്ട് തയ്ക്കണമെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്ത് ക്രോസ് പീസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളൊരു ക്രോസ് പീസ് ഒക്കെ വെച്ച് ചെയ്താൽ ഇത്തിരി ഫിനിഷിംഗ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതുപോലെ എങ്ങനെ സ്ലീവ് വയ്ക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ തയ്ച്ചെടുത്തു കേട്ടോ. ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കണ്ടോ. അപ്പോൾ ഇതുപോലെ അപ്പോൾ ആ സ്ലീവിൻ്റെ ആ ഭാഗത്തൊന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഭംഗിയിൽ അവിടെ കിടന്നോളും. ഇനി നമുക്ക് ആ ഒരു ഭാഗം നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കണ്ടേ. അവിടെ സ്ലിറ്റൊന്നുമില്ലല്ലോ, അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ മാത്രമല്ല സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ക്ലോസ് ചെയ്തെടുത്ത് താഴെ വരെ ക്ലോസ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി അവിടുന്ന് അടി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതുപോലെ അടി ഫുള്ളായിട്ട് തയ്ച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇപ്പോൾ സ്ലിറ്റ് കിട്ടിയില്ലേ. ഇപ്പോൾ ഇത്രയും സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ആവശ്യമില്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് കുറച്ച് കുറവെടുത്താൽ മതി. എന്നിട്ട് നമ്മളതൊന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആണ് വരിക കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്ക്കാൻ പറ്റും. ഇത് ബിഗിനേഴ്സിന് പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്തിട്ട് ഇട്ട് നോക്കുക കേട്ടോ.